വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വയറൽ. നമുക്ക് PHPയിൽ ഫങ്ഷൻസ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ഞാനിവിടെ വേരിയബിൾസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തതൊന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം PHPയിൽ ഫങ്ഷൻസ് ജാവാസ്ക്രിപ്റ്റിലുള്ളതുപോലെ തന്നെ ഫംഗ്ഷൻ എന്ന് പറയുന്ന കീവേഡ് കൊടുക്കുക. ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് റീയൂസബിൾ ആയിട്ടുള്ള ഒരു കാര്യം, അതായത് നമുക്കൊരു ഫംഗ്ഷനാലിറ്റി, ഒരു കോഡ് വീണ്ടും വീണ്ടും നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കോഡ് റിപ്പീറ്റ് ചെയ്യാതെ ഫംഗ്ഷൻ ആക്കി കഴിഞ്ഞാൽ അത് വീണ്ടും നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. അതായത് മൾട്ടിപ്പിൾ സ്ഥലത്ത് ആ ഫംഗ്ഷൻ കോൾ ചെയ്യാന്ന് പറയും. ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതിന് പല രീതിയിൽ പറയും. ഫംഗ്ഷൻ കോൾ ചെയ്യുക, അല്ലെങ്കിൽ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുക, ഫംഗ്ഷൻ ഇൻവോക്ക് ചെയ്യുക എന്നൊക്കെ പറയും. അപ്പോൾ ഫംഗ്ഷൻ എന്നുള്ള കീവേഡ് കൊടുക്കുക, എന്നിട്ട് ആ ഫംഗ്ഷന് നെയിം കൊടുക്കുക. ഒരു ഫംഗ്ഷന് നെയിം കൊടുത്തതിന് ശേഷം നമുക്ക് ബ്രാക്കറ്റ് ഇടാം. ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം ഫംഗ്ഷന്റെ ബോഡി കേളി ബ്രേസ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഫംഗ്ഷന്റെ ബോഡി ഉണ്ടാവുക. അതായത് എന്താണ് ഈ ഫംഗ്ഷൻ ചെയ്യുന്നത് എന്നുള്ളത് ഈ കേളി ബ്രേസിന്റെ ഉള്ളിലാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതൊരു ഫംഗ്ഷനാണ്. ഫംഗ്ഷന്റെ കീവേഡ് സ്പേസ് ഇട്ടിട്ട് ഫംഗ്ഷന്റെ നെയിം, പിന്നെ പാരാന്തസിസ് ഇട്ടിട്ടുണ്ട്, പിന്നെ അതിനുശേഷം കേളി ബ്രേസ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ഒരു ഫംഗ്ഷന്റെ ബോഡി ഉണ്ടാവും. ഇവിടെ നമുക്ക് എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിവിടെ ചെയ്യാൻ പറ്റും. അതായത് എക്കോ, ഞാനിവിടെ ജസ്റ്റ് ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഒരു എക്കോ ചെയ്യാണ്. അതിനുശേഷം ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് ആ ഫംഗ്ഷന്റെ പേര് അതുപോലെ തന്നെ കൊടുക്കാം. എന്നിട്ട് പാരാന്തസിസ് ഇടുക. അതായത് കോൾ ചെയ്യുന്നത് ജസ്റ്റ് ഫംഗ്ഷന്റെ നെയിമും പിന്നെ പാരാന്തസിസ് ഇട്ട് കോൾ ചെയ്യാം. ഇങ്ങനെ കോൾ ചെയ്താൽ മതി. സെമി കോളിന് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രൗസർ റീഫ്രഷ് ചെയ്ത് നോക്കാം. റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു സ്ട്രിങ് വന്നതായിട്ട് കാണുന്നുണ്ട്. ഇതാണ് ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഫംഗ്ഷൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് കോൾ ചെയ്യുന്നത് എന്നുള്ളത് ഇതാണ്. ഇനി ഈ ഫംഗ്ഷനിലേക്ക് നമുക്ക് ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യാൻ പറ്റും. ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത്, ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു നെയിം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പാരാമീറ്റർ ആയിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഈ ഫംഗ്ഷൻ ഒരു പാരാമീറ്റർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, അതായത് ഇതിനൊരു വാല്യൂ നമ്മൾ പാസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ അതിവിടെ സെറ്റ് ചെയ്ത ഉടനെ തന്നെ ഞാൻ നേരത്തെ കോൾ ചെയ്യുന്ന ഫംഗ്ഷനിൽ എറർ വന്നിട്ടുണ്ട്. എക്സ്പെക്റ്റഡ് 1 ആർഗ്യുമെന്റ് ഫൗണ്ട് 0, അതായത് ഒരു ആർഗ്യുമെന്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇത് വന്നിട്ടില്ല. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അതിന് പാരാമീറ്റർ എന്ന് പറയും. പിന്നെ ആ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ നമ്മൾ ആ വേരിയബിൾ പാസ് ചെയ്യുമ്പോൾ അതിന് ആർഗ്യുമെന്റ് എന്ന് പറയും. അപ്പോൾ നമുക്ക് ആ ഒരു ആർഗ്യുമെന്റ് ഇവിടെ പാസ് ചെയ്യാം. അതായത് നെയിം നമ്മൾ സ്റ്റാറ്റിക് അല്ലാതെ ഡൈനാമിക് ആയിട്ട് പാസ് ചെയ്യാം. അങ്ങനെയാണ് ആണെങ്കിലല്ലേ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് ഇവിടെ നമുക്ക് എന്താണോ നമ്മുടെ വേരിയബിൾ ആ വേരിയബിളിലൂടെ യൂസ് ചെയ്യാം. ഇനി ഒന്നുകൂടെ റീഫ്രഷ് ചെയ്ത് നോക്കാം. ഇപ്പോഴും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഫംഗ്ഷൻ ഇനി നമുക്ക് രണ്ടാമത് വേറെ ഒരാളെ പേര് വെച്ചിട്ട് വീണ്ടും കോൾ ചെയ്യാൻ പറ്റും. അപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ റീയൂസ് ചെയ്യുന്നത്. അതായത് ഒരു ഫംഗ്ഷൻ തന്നെ നമുക്ക് ഒന്നിലധികം പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് പാസ് ചെയ്തിട്ട് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതായത് റീയൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫംഗ്ഷൻസ്, നമ്മൾ കോഡുകൾ, നമ്മൾ പ്രോഗ്രാംസ് ഫംഗ്ഷൻ ആക്കി മാറ്റുന്നത്. പിന്നെ അതേപോലെ തന്നെ മെയിൻ്റനബിലിറ്റി കൂടെ വേണ്ടിയിട്ടാണ്, ഒരു മോഡുലാരിറ്റിയും മെയിൻ്റനബിലിറ്റിയും കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോഡുകൾ ഓരോ ഫംഗ്ഷൻ ബ്ലോക്ക് ആക്കി മാറ്റുന്നത്. ഇനി ഫംഗ്ഷനിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല, വോയിഡ് ആണ്, നമ്മൾ എക്കോ ചെയ്യുന്നുള്ളൂ. എക്കോ ചെയ്യാൻ നമ്മളൊരു എക്കോ ഫംഗ്ഷൻ അത് പ്രിന്റ് ചെയ്യുന്നുള്ളൂ. അതിന് പകരം നമുക്ക് ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നിന്നൊരു വാല്യൂ റിട്ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യാം. അതായത് എനിക്ക് വേറൊരു ഫംഗ്ഷൻ ഉണ്ട്. എനിക്കിവിടെ ഫൈൻഡ് സം എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. അതിൻ്റെ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് num1 num2 രണ്ട് നമ്പേഴ്സാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതിൻ്റെ ഫംഗ്ഷൻ ബോഡി എന്ന് പറയുന്നത് ഈ നമ്പർ 2 പ്ലസ് ചെയ്തിട്ട് റിട്ടേൺ ചെയ്യും. ഇതാണ് ഈ ഒരു ഫംഗ്ഷൻ. നമുക്ക് ആ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഫൈൻഡ് സം നേരത്തെ ഗ്രീറ്റ് ഫംഗ്ഷൻ വിളിച്ചതുപോലെ തന്നെ ഫസ്റ്റ് നമ്പർ 2 കൊടുക്കാം, 5 കൊടുക്കാം. ഇങ്ങനെ കോൾ ചെയ്യാം നമുക്ക് ഫംഗ്ഷൻ. എന്നിട്ട് ഞാൻ ബ്രൗസർ റീഫ്രഷ് ചെയ്ത് നോക്കുകയാണ്. അവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല, കാരണം നമ്മൾ പ്രിൻ്റ് ഒന്നും ചെയ്യുന്നില്ല. അതിന് പകരം ഇതൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ആവും. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, ആ ഒരു വേരിയബിൾ അതിൻ്റെ റിസൾട്ടാണ് റിട്ടേൺ ചെയ്യുന്നത്. എനിക്കതൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് ആ വേരിയബിൾ എനിക്ക് പ്രിൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എക്കോ ചെയ്യാം. ഇപ്പോൾ എനിക്ക് ആ റിസൾട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഈ ഒരു വേരിയബിൾ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യം ഇവിടെ ഇല്ല. ആവശ്യമില്ലാത്തതിന് ഈ ഫംഗ്ഷൻ തന്നെ നമുക്ക് പ്രിൻറ്റിലേക്ക് ഈ ഫംഗ്ഷൻ തന്നെ പാസ് ചെയ്ത് കൊടുക്കാനും പറ്റും. പ്രിൻറ്റ് ഫൈൻഡ് സം ഓഫ് 2i.
അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഫങ്ഷൻ്റെ കീവേഡ്, സ്പേസ്, ഫങ്ഷൻ്റെ നെയിം, പാരാന്തസിസിൽ ബ്രാക്കറ്റ്, ആ പാരാന്തസിസിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും വേരിയബിൾസ് ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ പാരാമീറ്റേഴ്സ് എന്തെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പാസ് ചെയ്ത് കൊടുക്കാം. ഇനി ഏതെങ്കിലും ഒരു വേരിയബിൾ പാസ് ചെയ്തിട്ടില്ലെങ്കിൽ, ഓപ്ഷണൽ പാരാമീറ്റേഴ്സ് ആണെങ്കിൽ അതും നമ്മൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഓപ്ഷണൽ പാരാമീറ്റേഴ്സ് ആണെങ്കിൽ ഒരു ഡീഫോൾട്ട് വാല്യൂ സെറ്റ് ചെയ്ത് വെക്കാം. അങ്ങനെയാണെങ്കിൽ ഈ വേരിയബിൾ പാസ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഏതാണ് വാല്യൂ നമ്മൾ സെറ്റ് ചെയ്യുന്നത് അതെടുക്കും. അപ്പോൾ നമ്മൾ ഇവിടെ വാല്യൂ പാസ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു വേരിയബിളാണ് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഡൂഡ് എന്ന് പറഞ്ഞ വേരിയബിളാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് കോൾ ചെയ്യുന്നത് നോക്കാം. ഞാനിതൊന്ന് കമൻറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. എക്കോ ഗ്രീറ്റ്. ഇപ്പം ഞാൻ ഇവിടെ ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്തിട്ടില്ലെങ്കിൽ എറർ ഒന്നും വരുന്നില്ല, കാരണം ഇവിടെ അത് ഓപ്ഷണൽ പാരാമീറ്ററാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പം ഞാൻ റീഫ്രഷ് ചെയ്യുന്ന സമയത്ത് എന്താണോ ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ള ആ ഒരു ഡീഫോൾട്ട് വാല്യൂ അതാണ് വന്നിട്ടുള്ളത്. അതിനുശേഷം നെയിം പാസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ഏതാണോ നമ്മൾ പാസ് ചെയ്ത നെയിം അത് വരുന്നുണ്ട്.